ഈ ഭൂമിയിലെ ചില തെരുവുകൾക്ക് നാം ചുവന്ന തെരുവുകൾ എന്ന് പേരിട്ടിരിക്കുന്നു. ലൈംഗികതയെ അടിച്ചമർത്തുന്ന ഭരണ സംവിധാനവും ലൈംഗികതയെ പാപമായി കരുതുന്ന മതങ്ങളും സദാചാരമെന്ന പലപ്പോഴും ദുരാചാരം തന്നെയായ നല്ല നടപ്പ് ശീലങ്ങൾക്ക് വേണ്ടി പോലീസ് വേഷം കെട്ടുന്ന സദാചാര പോലീസുകാരുമുള്ള നാടുകളിൽ പുരുഷന്മാരിൽ ചിലർ തങ്ങളുടെ ശാരീരികമായ അഭിലാഷങ്ങൾ തീർക്കാൻ വില കൊടുത്താൽ കിട്ടുന്ന പെൺശരീരങ്ങൾക്കായി ചുവന്ന തെരുവുകളിലേക്ക് പോകുന്നു. അവിടെ കാത്തിരിക്കുന്നത് ഏതൊക്കെയോ ചതിക്കുഴികളാൽ കെണിയിലകപ്പെട്ട് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം സ്വന്തം പേരുകൾ പോലും മറന്ന ആയിരക്കണക്കിന് പെൺശരീരങ്ങളാണ്. നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വിസ്തൃതിയേറിയ ചുവന്ന തെരുവുകളിലൊന്നാണ് കൊൽക്കത്തയിലെ സോനാഗച്ചി. അവിടെ സന്ദർശിച്ച പുരുഷന്മാർ പുരുഷ മനസ്സിൻ്റെ പക്ഷത്തു നിന്ന് എഴുതിയ പുസ്തകങ്ങൾ പലതും നാം വായിച്ചിട്ടുണ്ട്, ചിത്രീകരിച്ച സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും യൂട്യൂബേഴ്സ് അടക്കമുള്ള വ്ളോഗർമാരിൽ ചിലർ രഹസ്യ ക്യാമറകളുമായി സോനാഗച്ചിയിലെ തെരുവുകളിലൂടെയൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് വ്യൂവർഷിപ്പ് കൂട്ടുന്നുമുണ്ട്. നമ്മുടെ മുന്നിൽ പക്ഷേ ഈ നിമിഷമുള്ളത് സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഉമാ അഭിലാഷ് എന്ന മലയാളി സോനാഗച്ചിയിൽ ദിവസങ്ങളോളം നടത്തിയ അന്വേഷണങ്ങളുടെയും യാത്രകളുടെയും അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ എഴുതിയ സോനാഗച്ചി കുറിപ്പുകൾ ചരിത്രവും രാഷ്ട്രീയവും ജീവിതവും എന്ന പുസ്തകമാണ്. അന്വേഷണാത്മകമായ ഒരു യാത്രയുടെ പുസ്തകം എന്ന നിലയിൽ കേരള വിഷൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരിയായ ഉമാ അഭിലാഷിനെ സംസാരിക്കാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉമാ, സ്വാഗതം. ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾക്ക് സന്തോഷത്തോടു കൂടി സംസാരിക്കാൻ കഴിയില്ല, ആഹ്ലാദത്തോടു കൂടി ഉമയെ സ്വാഗതം ചെയ്യാനും കഴിയില്ല. കാരണം ഈ പുസ്തകത്തിൻ്റെ താളുകളിൽ ഓരോന്നിലും ഉള്ളത് സോനാഗച്ചിയിലെ എത്രയെങ്കിലും പേരുകൾ നഷ്ടപ്പെട്ട, സ്വന്തം ജീവിതത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ട, വിൽക്കപ്പെടുന്ന ശരീരങ്ങൾ മാത്രമായി മാറിയ സ്ത്രീകളുടെ മിടിപ്പുകളാണ്. അതുകൊണ്ട് നമ്മൾക്ക് ആഹ്ലാദകരമായിട്ട് സംസാരിക്കാവുന്ന ഒരു പുസ്തകമല്ല ഇത്. അതുകൊണ്ടാണ് അതിന് സന്തോഷത്തിൻ്റെതായ മേമ്പൊടിയൊന്നും ചേരാതെ വരുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതാനിടയായത്? ഇങ്ങനെ ഒരു പുസ്തകം വേണം എന്നുള്ള ചിന്ത വന്നത് എങ്ങനെയാണ്? ഏത് രീതിയിലാണ് നടപ്പായത് അത്? ഹാംലെറ്റ് പബ്ലിക്കയുടെ MA ഷാനവാസും എഴുത്തുകാരനായ അൻസാറും ഞാനും കൂടി ഒരിക്കൽ ഉണ്ടായ ഒരു സംഭാഷണത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിന്റെ ആലോചന തുടങ്ങുന്നത്. എന്റെ മുൻപ് എഴുതിയ 2 ബുക്കുകളും സ്ത്രീപക്ഷ ചിന്തകളും സമൂഹം എങ്ങനെയാണ് സ്ത്രീകളെ വിലയിരുത്തുന്നതെന്നും സ്ത്രീ പ്രശ്നങ്ങളെ കാണുന്നതെന്നുമുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ആയിരുന്നു മുമ്പുള്ള പുസ്തകങ്ങളും വിലയിരുത്തിയത്. അങ്ങനെ ഞങ്ങളുടെ ചർച്ചകളിൽ ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയം എനിക്ക് മനസ്സിൽ കൊള്ളുകയും അത് പുസ്തകത്തിൽ എന്റെ പുറകെ പോകണമെന്നൊരു തോന്നൽ ഉണ്ടാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ഞങ്ങള് ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഈ പുസ്തകത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്നത്. അതിനു മുമ്പ് ഞാൻ ബീഹാർ ആയിരുന്ന സമയത്ത് ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ ബീഹാർ ആയിരുന്ന സമയത്ത് ഞാനൊരു ചുവന്ന തെരുവ് എന്ന് വിളിക്കാൻ എനിക്കിപ്പോ മടിയാണ്. മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വേർഡായിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് എന്തോ ബുദ്ധിമുട്ടുള്ള വാക്കാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നൃത്ത വിദ്യാലയം, മ്യൂസിക് ക്ലാസ് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരേ മുഖമുള്ള കുറെ സ്ത്രീകൾ ഇതിന്റെയൊക്കെ മുമ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു തെരുവില്. അപ്പൊ അത് ഓർമ്മ വന്നു ഞങ്ങളുടെ ചർച്ചയില്. അപ്പൊ അതുകൊണ്ട് അന്ന് തോന്നിയ ആ കൗതുകം, അന്ന് ആ സ്ത്രീകൾ ഇരിക്കുന്നത് കണ്ടപ്പോ എന്താണ് എങ്ങനെ ഇവരവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ അന്ന് തോന്നിയ ആ കൗതുകം പെട്ടെന്ന് പിന്നെയും മനസ്സിൽ വരികയും ഈ പുസ്തകം എന്തായാലും ചെയ്യണമെന്നും എത്ര റിസ്ക് എടുത്തിട്ടായാലും അവിടെ ചെല്ലണമെന്നും ഒക്കെ മനസ്സിൽ വന്നതിന്റെ ഭാഗമാണ് ഈ പുസ്തകം. പിന്നെ കൂടുതലും ആളുകൾ എല്ലാവരും സംസാരിക്കുന്നത് ലൈംഗികത, ഒരു കുടുംബം എന്ന് പറയുന്ന സദാചാര സംരക്ഷിക്കാൻ വേണ്ടി ലൈംഗിക തൊഴിൽ വേണം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനെയൊക്കെ ഒരു പൊളിച്ചെഴുത്തല് എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ ഇനിഷ്യേറ്റീവ് എങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണെന്നും തോന്നി. അതിന്റെ ഭാഗമാണ് ഈ പുസ്തകം. ഉമാ അഭിലാഷ് എറണാകുളത്തെ കുമ്പളങ്ങി സ്വദേശിയാണ്.
പക്ഷേ നാളുകളായിട്ട് മിസോറാമിലാണ് താമസിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇതേപോലെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെയൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് യാത്രകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ പുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ചിത്രങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പുസ്തകം വായിക്കേണ്ടത് ആരാണ്, ഏത് തരത്തിലുള്ള വായനക്കാരാണ് എന്നുള്ള ചോദ്യവും നമ്മുടെ മുന്നിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരും. പലപ്പോഴും ഇത് കാണുമ്പോൾ ചിലർ വിചാരിക്കാൻ സാധ്യതയുള്ളത്, ചില പുരുഷന്മാർ വിചാരിക്കാൻ സാധ്യതയുള്ളത് സോനാഗച്ചിയിൽ നിന്നുള്ള എരിവും പുളിവുമുള്ള ചില കഥകൾ ഇതിലുണ്ടാവാം, അങ്ങനെ വായിക്കാമെന്നുള്ള ഒരു ദുരുദ്ദേശമൊക്കെ ഒരു പക്ഷേ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തോന്നി എന്നും വന്നേക്കാം. കാരണം ഇതേപോലെ ചുവന്ന തെരുവുകളെക്കുറിച്ചാവട്ടെ, ഡൽഹിയിലെ ഇത്തരത്തിലുള്ള തെരുവുകളെക്കുറിച്ചൊക്കെ ആവട്ടെ, അത്തരം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് പുരുഷന്മാരാണ് പലതും. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള സിനിമകൾ പലതും സംവിധാനം ചെയ്തിട്ടുള്ളതും പുരുഷന്മാരാണ്. അതിലൊക്കെ പുരുഷൻ്റേതായൊരു മനസ്സും പുരുഷൻ്റേതായ താല്പര്യവും പുരുഷാധിപത്യ മനസ്സും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അത്തരം പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവണം എൻ്റെ ഈ പുസ്തകം, എൻ്റെ ഈ അന്വേഷണം എന്ന് വിചാരിച്ചിരുന്നുവോ? എന്തായിരുന്നു ആ വിചാരം? ഉറപ്പായിട്ടും. കാരണം ഒരു പുരുഷൻ എഴുതുമ്പോൾ തീർച്ചയായിട്ടും എത്രത്തോളം സ്ത്രീപക്ഷത്ത് നിന്ന് ആ കാഴ്ചപ്പാട് കാണാൻ പറ്റും, ഒരു സ്ത്രീക്ക് എത്രത്തോളം തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറ്റും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് മനസ്സിലായത്, ഞാൻ അവിടെ ചെന്ന് ആ സ്ത്രീകളോട് സംസാരിച്ചപ്പോ, അവരോട് അടുത്തപ്പോ, അവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്നെ കണ്ടത്. കാരണം എയ്ഡ്സ് വന്ന ഒരു സ്ത്രീ, അവര് ലൈംഗിക തൊഴിലാളിയാണ്, അവർക്ക് എയ്ഡ്സ് വന്നു. അവര് എന്നോട് സംസാരിച്ചു കഴിഞ്ഞ് എന്നോട് പറഞ്ഞത്, എനിക്കൊരു തൊഴിൽ ചെയ്യാനുള്ള ബാങ്ക് ലോൺ എടുക്കാൻ എന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്ന വിധത്തിൽ എന്നോട് അടുപ്പമുണ്ടാകുന്നത് അവർക്ക് അത്രയും അടുപ്പമുണ്ടായി. അതിനുശേഷം എനിക്ക് ഷോപ്പിങ്ങിന് പോകണം, എന്നെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാമോ എന്ന് ചോദിക്കാനുള്ള അടുപ്പമുണ്ടായി. ഇതെല്ലാം ഒരു പുരുഷനോടാണെങ്കിൽ എത്രത്തോളം ഉണ്ടാവും അറിയില്ല. അല്ലെങ്കിൽ ഇത് എല്ലാ കുടുംബങ്ങളിലും ഉദ്ധാരണക്കുറവ് സംഭവിക്കുന്ന പുരുഷന്മാരുള്ള കുടുംബങ്ങളിൽ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീയുടെ ജീവിതം, ലൈംഗിക ജീവിതം മുന്നോട്ട് പോകുന്നത് ദീദി എന്ന് എന്നോട് ചോദിക്കുന്നത് ഒരു പുരുഷനോട് അവർക്ക് ചോദിക്കാൻ പറ്റില്ല. അത് ഒരു സ്ത്രീ എന്ന നിലയിൽ മാത്രമാണ് എന്നോട് അവർക്ക് ഇതെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത്. 1 മണിക്കൂറിന് 1000 രൂപ എന്ന് പറഞ്ഞു വരുന്ന പുരുഷൻ 10 മിനിറ്റ് കൊണ്ട് അവന്റെ കാര്യം കഴിഞ്ഞ് പോവേണ്ടി വരുമ്പോ 1000 രൂപ തരില്ല, ഞാൻ 500 രൂപ തരുള്ളൂ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന പുരുഷനെ കുറിച്ച് ഒരു സ്ത്രീയോടെ അവർക്ക് സംസാരിക്കാൻ പറ്റൂ. അതെല്ലാം ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് എഴുതാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പുരുഷൻ ഇതെല്ലാം എത്രത്തോളം, ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ, ഞാൻ റെഫർ ചെയ്ത ഇതിലൊന്നും ഇത് കണ്ടിരുന്നില്ല. ഇനി ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഇത് തുറന്ന് സംസാരിക്കാൻ കഴിയുന്നത് ഒരു സ്ത്രീയോടായിരിക്കും അവർക്ക് ഇതെല്ലാം തുറന്ന് സംസാരിക്കാൻ സാധിക്കുക. പിന്നെ അവര് പറഞ്ഞതാണ്, ഞാൻ സംസാരിച്ച സുവിത എന്ന് പറയുന്ന നേപ്പാളിൽ നിന്ന് വന്നൊരു പെൺകുട്ടി പറഞ്ഞതാണ്, 15ഉം 16ഉം വയസ്സുള്ള 14 വയസ്സുള്ള ആൺകുട്ടികൾ വരുന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ വരുന്നത്, നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. വേണ്ട, ഞങ്ങൾ അച്ഛനും അമ്മയും മനസ്സിലാക്കട്ടെ, ഞങ്ങൾ വളർന്നു എന്ന്. പക്ഷെ അവരതെല്ലാം ഇത്രയും ഓപ്പണായി സംസാരിക്കുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അത് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ പ്രിവിലേജ് എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞതാണ്, പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ഒരാളുടെ വേദന അല്ലെങ്കിൽ ഒരാളുടെ സന്തോഷം, ഒരാളുടെ ചിരിയും ഞങ്ങൾക്ക് പരസ്പരം എളുപ്പത്തിൽ മനസ്സിലാക്കാനും പങ്കിടാനും കഴിഞ്ഞിട്ടുണ്ട് അവിടെ പോയ 4 പ്രാവശ്യം. ഈ പുസ്തകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവും ഈ പറഞ്ഞതുപോലെ ഉമാ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ ഈ പറയുന്ന സ്ത്രീകളുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നു, അതിനുശേഷമുള്ള എഴുത്ത് എന്നുള്ള നിലയ്ക്ക് അത് എത്രത്തോളം വ്യത്യസ്തമാവുന്നുവെന്ന് ഈ പുസ്തകം വായിച്ചാൽ തന്നെ മനസ്സിലാവും. ഈ പുസ്തകത്തിൻ്റെ പലയിടങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്, ഈ ശരീരങ്ങളെയൊക്കെ 250 രൂപയ്ക്കൊക്കെ ലഭ്യമാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ. ഏറ്റവും വില കുറഞ്ഞ ഒന്നായിട്ട് മാറുന്നു ഈ ശരീരങ്ങൾ ഒരു പുരുഷൻ്റെ മുമ്പിൽ. അങ്ങനെ ആ 2 100ൻ്റെ നോട്ടും ഒരു 50 രൂപയുടെ നോട്ടും കൊടുത്താൽ കിട്ടുന്ന ഒരു മണിക്കൂർ നേരത്തേക്ക് ഒരു പുരുഷന് അവൻ്റെ എല്ലാ അക്രമവാസനകളും പ്രദർശിപ്പിക്കാവുന്ന ഒന്നായിട്ട് മാറുന്ന ഭീകരതയുടേതായിരുന്നു ഒരു ഘട്ടത്തിൽ സോനാഗച്ചി.
പിന്നീട് ഈ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ ഡോക്ടർ എ കെ ജയശ്രീയാണ് ഇതിന് അവതാരിക എഴുതിയിട്ടുള്ളത്. ഡോക്ടർ എ കെ ജയശ്രീ കേരളത്തിലെയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെയും ഒക്കെ എത്രയോ ലൈംഗിക തൊഴിലാളികളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ആമുഖത്തിലും അവർ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ 250 രൂപയിൽ നിന്ന് അവർ 1000 രൂപയിലേക്ക് ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2000 രൂപയിലേക്കൊക്കെ എന്ന് സ്വന്തം ശരീരത്തിന് വില പറയാൻ കഴിയുന്ന രീതിയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ അതൊരു പുരോഗമനമാണോ അല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം, അത് ചർച്ചാ വിഷയമാണ്. പക്ഷേ ഈ പറയുന്ന 250 രൂപയ്ക്ക് പുഴുക്കളെ പോലെ കൊൽക്കത്തയിലെ സോനാഗച്ചിയിലെ തെരുവിലെ അതേ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അതേ മുഷിഞ്ഞ ചുമരുകൾ, അതേ മുഷിഞ്ഞ ഓടകൾ, അതേ മുഷിഞ്ഞ ഇടുങ്ങിയ മുറികൾ, അതിനകത്തെ മരപ്പലകകൾ, പാറ്റകൾ, ഇതിൻ്റെ ഒക്കെ ഇടയിൽ ഈ പറയുന്ന പ്രക്രിയ നടത്തി ജീവിക്കേണ്ടി വരുന്നവരിൽ നിന്ന് അവർ ഏതൊക്കെയോ തരത്തിലുള്ള അവകാശങ്ങളിലേക്കൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ പോലും അത് അവർക്ക് ഒരിക്കലും മോചനമില്ലാത്ത കെണിയായിട്ട് മാറുന്നു. ഒരു എലിപ്പെട്ടിയിൽ വീണ എലിയെ പോലെയായിട്ട് മാറുന്നതിൻ്റെ വിവിധ ചിത്രണങ്ങൾ ഇതിലുണ്ട്. ഇതിൽ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇപ്പോൾ സുവിധയുടെ സൂചിപ്പിച്ചു, അതേപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ ഏറ്റവും തീക്ഷ്ണമായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്? റാണി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അനുഭവമായിരുന്നു. അവര് തെരുവിലാണ് അവര് ജനിച്ചത്. തെരുവില് ജനിക്കുകയും തെരുവില് വളരുകയും ചെയ്തു. കുഞ്ഞിലേ തൊട്ട് അവരെ ആളുകൾ ഉപയോഗിക്കുന്നതാണ്. വളർന്നപ്പോൾ സ്വാഭാവികമായും അവർ സോനാഗച്ചിയിൽ എത്തുകയാണ്. സോനാഗച്ചിയിലെത്തി കുറച്ചു നാൾക്ക് ശേഷം അവർ എയ്ഡ്സ് ആണ്. എയ്ഡ്സിന് ശേഷവും അവർ ഇതേ ലൈംഗിക വൃത്തി തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചു, ഈ കഴിഞ്ഞ 3-4 മാസം കൊണ്ട് എത്ര കസ്റ്റമർ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവും? അപ്പൊ അവര് പറഞ്ഞു ഏകദേശം 10-20 കസ്റ്റമർ. അതായത് എയ്ഡ്സിന് ശേഷവും അവർ ഇതേ തൊഴിലിൽ ഏർപ്പെടുന്നു എന്നുള്ളത് ഞാൻ പേടിച്ചു പോയി കേട്ടപ്പോഴത്തേക്കും. ഇവര് എത്രമാത്രം പ്രൊട്ടക്ഷൻ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള എനിക്ക് പെട്ടെന്ന് പേടി വന്നു കേട്ട് കഴിഞ്ഞപ്പോ. പക്ഷെ പിന്നെ ഞാൻ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നമ്മുടെ നാട്ടിൽ പോലും വഴിയിൽ കാണുന്ന കൊച്ചു കുട്ടികളെ ഓർത്തിട്ട് പിന്നെ കുറെ ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും പറ്റിയില്ല. കാരണം നമ്മൾ കാണുന്നുണ്ടല്ലോ, നാടോടി പിള്ളേരെന്ന് നമ്മൾ വിളിക്കുന്ന വഴിയിൽ ബലൂണും ഈ കാറിൽ ഉള്ള സാധനങ്ങളും വിൽക്കാൻ വേണ്ടി നടക്കുന്ന ഈ കുട്ടികളെയൊക്കെ സേഫ് ആണെന്നും അവർ അച്ഛന്റെ അമ്മയുടെയും കൂടെയാണെന്നും നമ്മൾ വെറുതെ വിചാരിച്ചു പോകുന്ന ആ കുട്ടികളൊന്നും സേഫ് അല്ല എന്ന് റാണിയെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അത് ഭയങ്കര, റാണിയോട് സംസാരിച്ചത് ഭയങ്കര അനുഭവമായിരുന്നു. റാണിയാണ് എന്തെങ്കിലും തൊഴിൽ വേണം, എനിക്കിനി ഈ ജോലി ചെയ്യാൻ പറ്റില്ല, ആരോഗ്യം മോശമായി കൊണ്ടിരിക്കുന്നു എന്ന് സംസാരിച്ചതും റാണിയാണ്. എന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞു പൈസ 250 രൂപയിൽ നിന്ന് 1000 രൂപയാക്കിയത് ചിലപ്പോൾ പോസിറ്റീവ് ആണ്. ഒരിക്കലും അല്ല. എന്റെ അഭിപ്രായത്തിൽ ലൈംഗിക വൃത്തിയിൽ എത്ര രൂപ കിട്ടിയാലും അത് ലൈംഗിക തൊഴിൽ എന്ന് പറയുന്നത് അസമത്വങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഒരു തൊഴിൽ മേഖലയാണ്. അവർക്ക് അവിടെ പൈസ കിട്ടുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അതൊരു നല്ല തൊഴിൽ മേഖലയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ ഓരോ താളുകളിലൂടെ കടന്നു പോയപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുമുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ കയ്യിൽ ഇവർ ഇത്ര രൂപ എന്ന് പറയുമ്പോൾ ആ രൂപ അവരുടെ കൈകളിലേക്കല്ല എത്തുന്നത്. ഇവരുടെ പിറകിലുള്ള മാഫിയ, പ്രധാനമായിട്ടും പുരുഷന്മാരാണ് അവരെ നിയന്ത്രിക്കുന്നത്. അതിൽ തന്നെ സ്ത്രീകൾ ഈ ലൈംഗിക വൃത്തി ഇനി ചെയ്യാൻ കഴിയാത്ത രീതിയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർ ഇവരുടെ എല്ലാം മേലാളത്തിയായിട്ട് മാറി നിൽക്കുന്നു. അവരെല്ലാം വീതം വെച്ചതിന് ശേഷം ലഭിക്കുന്ന ഒരു തുക ആണ് ഇവരുടെ ഭക്ഷണമായിട്ട് മാറുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ പുസ്തകം പറയുന്നുണ്ട്. ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ജീവിതം എന്നതിലേക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ ഓരോ ലൈംഗിക തൊഴിലാളിക്കും അവിടെ വിലപേശി ഉറപ്പിക്കുന്ന തുക, ആ തുക ആരിലേക്കാണ് ആദ്യം പോകുന്നത്? അതിൻ്റെ എത്ര ഓഹരിയാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനെങ്കിലും ലഭിക്കുന്നത്? ഉമാഭിലാഷ്, ഇവരുടെ കയ്യിൽ എത്തുന്ന തുക വളരെ കുറവായിരിക്കും. കാരണം അവിടെ ബാബു എന്ന് വിളിക്കുന്ന ഇവർക്ക് ആർക്കും നമ്മുടെ കുടുംബം എന്ന സംവിധാനം പോലുള്ള രീതിയല്ല. ബാബു എന്ന് വിളിക്കുന്ന താൽക്കാലിക ഭർത്താവ് ഉണ്ടാവും, അയാളെടുക്കും. ഏജന്റുമാരുണ്ടാവും, ഏജന്റുമാരെടുക്കും. മാലിക് ഉണ്ടെങ്കിൽ മാലിക് എടുക്കും. ഒരു മാലിക്കിന്റെ കീഴെ 10-20 പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികളായിരിക്കും ആ മാലിക്കിന്റെ പ്രധാന വരുമാന മാർഗം. അങ്ങനത്തെ സിസ്റ്റം ഉണ്ട്. പിന്നെ
ഉയർന്ന രീതിയിലുള്ള 3 ഘട്ടത്തിലായിട്ടാണ് പെൺകുട്ടികളെ തിരിക്കുന്നത്. ABC എന്ന് തിരിച്ചിട്ടുണ്ടാവും. കാറ്റഗറിയിലുള്ള പെൺകുട്ടികൾക്കാണെങ്കിൽ കോണ്ടം യൂസ് ചെയ്ത കോണ്ടം മാറ്റുന്നതിന് വരെ സ്റ്റാഫ് ഉണ്ട്. അപ്പൊ അവർക്ക് വരെ പൈസ പോയി ഈ പെൺകുട്ടികളിൽ എത്തുന്നത് വളരെ തുച്ഛമായ തുകയായിരിക്കും ഈ പെൺകുട്ടികളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും മാലിക്കിൽ നിന്നും മാറി സ്വന്തമായി ഒരു ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാനായിട്ട് ആണ് കൂടുതലും പെൺകുട്ടികൾ ആഗ്രഹിക്കുകയും അവര് സ്വയം പയ്യെ സ്വന്തമായി ഒരു മുറി വാടകയ്ക്ക് എടുത്ത് സ്വന്തമായി തൊഴിൽ ആരംഭിക്കുകയും ചെയ്യാറുണ്ട് അവിടെ. പക്ഷെ ഒരു മുറിയുടെ വാടക എന്ന് പറയുന്നത് 15,000 മുതൽ 1,00,000 രൂപ വരെ വരുമാനം മുറിയുടെ രീതി അനുസരിച്ച് വാടക ആവാറുമുണ്ട്. അതാണ് അവിടുത്തെ സിസ്റ്റം. പക്ഷെ പറ്റുന്നത് ഇവര് കൂട്ടിവെക്കുന്ന പൈസ ഈ ബാബു എന്ന് പറയുന്ന ആളുകള് മിക്കവാറും കട്ടെടുത്തിട്ടോ പറ്റിച്ചോ കടന്നു കളയും. അവിടെ ചമ്പ എന്ന് പറയുന്ന സ്ത്രീയുടെ 7 ലക്ഷം രൂപയും കൊണ്ട് കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി ഒരാള് ബീഹാറിൽ നിന്ന് വന്ന ഒരാള് വാങ്ങിയെടുത്ത് സ്ഥലം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് എടുത്തിട്ട് പോയി. അവര് അതുവരെ സ്വന്തം ശരീരം വിറ്റ് ഉണ്ടാക്കിയ പൈസ മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാവുകയും മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലേക്ക് ആ സ്ത്രീ വന്നെത്തുകയും ചെയ്തു. പക്ഷെ ഇവര് പഠിക്കുകയോ അതിൽ നിന്ന് വീണ്ടും എന്നാ ഇനി ബാബുമാര് ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന അവസ്ഥയിലേക്ക് ഈ സ്ത്രീകൾ ആരും ചെല്ലുന്നില്ല. ഇവര് വീണ്ടും വിശ്വസിക്കും, വീണ്ടും പുതിയ ബാബുമാർ ഇവരുടെ ജീവിതത്തിലേക്ക് വരും, വീണ്ടും പൈസ എടുത്ത് അവര് പൊയ്ക്കളയും. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അത് തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അവസാന ഭാഗം ഉമാഭിലാഷ് കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഈ സോനാഗച്ചിയിലെ ഈ മുഖത്ത് അണിഞ്ഞൊരുങ്ങി സ്വന്തം ശരീരത്തിലെ പ്രധാനപ്പെട്ട ലൈംഗിക അവയവങ്ങളുടെ ഭാഗികമായ പ്രദർശനം നടത്തിക്കൊണ്ട് തെരുവിൽ നിൽക്കുന്ന ഇവരെ കാണുമ്പോൾ അവരുടെ വേഷവിധാനങ്ങൾ കാണുമ്പോൾ അവർക്ക് ആ രീതിയിലുള്ള സമ്പത്തൊക്കെ ഉണ്ടാവും. എന്തൊരു സുഖകരമായ ജീവിതമായിരിക്കും അവരുടേത്. നിത്യവും ലൈംഗികത ലഭിക്കുന്നു, അതിൻ്റെ സുഖാനുഭൂതി ലഭിക്കുന്നു എന്നൊക്കെ പുരുഷാധിപത്യ മനസ്സുള്ള ചിലരൊക്കെ വിചാരിച്ചു എന്ന് വന്നേക്കാം. നേരെ വിപരീതമാണ് എന്ന് മാത്രമല്ല, പലരും ഇവിടേക്ക് പലതരത്തിലുള്ള ബീഹാറിലെയോ ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലെയോ തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലെയോ ഒക്കെ ഇടങ്ങളിൽ ജീവിക്കുന്ന കുടുംബമായി ജീവിക്കുന്ന 15, 16, 17 വയസ്സുള്ള പെൺകുട്ടികളിൽ ചിലർ പ്രണയത്തിൽപ്പെട്ട് പ്രണയം നടിച്ചു വരുന്ന പുരുഷന്മാരാൽ അവരുടെ പിറകെ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയിലേക്ക് എത്തിപ്പെട്ട് കൊൽക്കത്തയിൽ കൊണ്ടുപോയി അയാളുടെ അഭിലാഷങ്ങൾ നിറവേറ്റിയതിന് ശേഷം സോനാഗച്ചിയിൽ വിൽക്കുന്ന നിമിഷം മുതൽ ഏതോ ഒരു മുറിയിലേക്ക് അവരെ തള്ളിയിടുന്നു. പിന്നെ അവരുടെ ലോകം ആ മുറി മാത്രമായിട്ട് മാറുന്നു. പിന്നെ അവരുടെ ജീവിതം അവസാനിക്കുന്നത് ഒരു ട്രോളിയിലോ ഒരു മഞ്ചത്തിലോ ശവശരീരമായി 60, 70 വയസ്സാവുമ്പോൾ ചുക്കിച്ചുളിഞ്ഞ ശരീരമായിട്ട് അവിടെ നിന്ന് പൊക്കിയെടുത്ത് കൊൽക്കത്തയിലെ എല്ലാവർക്കുമുള്ള ഒരു ശ്മശാനത്തിലേക്ക് അഗ്നിനാളങ്ങളായിട്ട് മാറി ഒടുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുകയും ചെയ്യുന്നത്. ഈ പുസ്തകം ആത്യന്തികമായിട്ട് എഴുതി തീരുമ്പോൾ ഈ പുസ്തകത്തിലൂടെ എന്താണ് ഉമ ഉദ്ദേശിക്കുന്നത്? ഈ പുസ്തകം വായിക്കുന്ന വായനക്കാർ അവസാനത്തെ താളും മറിച്ച് വെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്ത് വിചാരവും ബോധ്യവും ഉണ്ടാകണമെന്നാണ് ആഗ്രഹം? പൊതുവെ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരു ചിന്ത, ഒരു സമൂഹത്തിന്റെ ചിന്ത, പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇതെല്ലാം സ്ത്രീകൾ ചിന്തിക്കുന്നതെല്ലാം ലൈംഗികതയുമായി ബന്ധപ്പെട്ടാണ്. എല്ലാ തെറികളും ലൈംഗികതയുമായി, സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഈ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അവരെന്തോ ഭയങ്കര, താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സുഖം കിട്ടിയിട്ട് എന്തോ ഈ ജോലി ചെയ്യാൻ നടക്കുന്ന ആൾക്കാരാണ്. ഇതിന് അല്ലെങ്കിൽ ഇത് നിയമപരമായി ഇതൊരു തൊഴിലാക്കണം, അല്ലെങ്കിൽ ഇതിന് നിയമപ്രാബല്യം കൊണ്ടുവരണം. കാരണം കുടുംബങ്ങൾ, അതിന് കാരണം പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ അപ്പോൾ സുരക്ഷിതമായിരിക്കും. കുടുംബമാണ് ഏറ്റവും കൂടുതൽ
ഇതുപോലെ ജനാധിപത്യ വിരുദ്ധത നടക്കുന്ന ഒരു സ്ഥലം. ആ കുടുംബത്തിൽ നടക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ കുറിച്ചിട്ട് ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ള ഭാഗം വളരെയധികം ഞെട്ടിക്കുന്നതാണ്. കാരണം ഈ ഉമാഭിലാഷ് ഒരു ഭാഗത്ത് ഒരു സോനാഗച്ചിയിലെ ഒരു ലൈംഗിക തൊഴിലാളിയുടെ അനുഭവം പങ്കുവെച്ചുകൊണ്ട് എഴുതുന്നുണ്ട്. അവിടെ വരുന്ന പുരുഷന്മാരിൽ പലരും അവർക്ക് ലൈംഗികമായ ശേഷി പലപ്പോഴും കുറവായിരിക്കും. അവർ 1 മണിക്കൂർ നേരത്തേക്ക് പൈസ കൊടുത്തു വരുന്നു, പക്ഷേ അവരുടെ കാര്യം 5 മിനിറ്റ് കൊണ്ട് കഴിയുന്നു. ആ 5 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ അതിനുള്ള തുകയെ നൽകൂ എന്ന് പറഞ്ഞ് അവർ അക്രമാസക്തരാകുന്നു, ബാക്കി തുക തിരികെ തരാൻ പറയുന്നു. അപ്പോൾ ഈ പറയുന്ന അക്രമം അവരുടെ ഭാര്യയുടെ അടുത്തും നടക്കുന്നുണ്ടാവും. ഭാര്യയാണ് ഇതിൽ കുറ്റക്കാരി എന്ന് വിചാരിച്ചുകൊണ്ട് ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുന്നുണ്ടാവും. ഈ ഒരു കാര്യമാണോ ഉമാഭിലാഷ് ഉദ്ദേശിച്ചത്? ഈ പറഞ്ഞ കുടുംബത്തിനകത്ത് ഉറപ്പായിട്ടും നമ്മുടെ കുടുംബങ്ങൾ, എത്ര സ്ത്രീകൾക്ക് ലൈംഗികതയെ കുറിച്ച് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ട്. നമ്മുടെ കേരളം എത്ര വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ഒരു സ്ത്രീ ലൈംഗികതയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തായിരിക്കും എന്ന് ചിന്തിക്കാവുന്നത് ഉള്ളൂ. ആ നാട്ടില് അവിടെയാണ് ലൈംഗിക തൊഴിലാളികൾ ലൈംഗികതയും തൊഴിലായി അംഗീകരിക്കണം, അത് അംഗീകരിക്കണം. പക്ഷെ ലൈംഗികതയെ കുറിച്ച് ഏതെങ്കിലും സ്ത്രീകൾ സംസാരിച്ചാൽ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സ്ത്രീകളൊക്കെ ലൈംഗികത തൊഴിലെടുത്തോ, അവര് ചൂഷണത്തിന് ഇരയായിക്കോ, അവര് ആളുകളുടെ തല്ലുകൊണ്ടോ, അവർക്ക് തുല്യ വേതനം കിട്ടാതിരിക്കോ, ഇതെല്ലാം നടന്നോട്ടെ. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകള് ലൈംഗികതയെ കുറിച്ച് സംസാരിക്കരുത്, ഞങ്ങളുടെ വീട്ടിലെ സ്ത്രീകള് ഞങ്ങളോട് പോലും ലൈംഗികതയെ കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുന്ന പുരുഷാധിപത്യ സമൂഹം തന്നെയാണ് ഇന്നും കേരളത്തില് നിലനിൽക്കുന്നത്. കേരളത്തിലല്ല, ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥകൾ അതിലും മോശമാണ്. ഇപ്പം UP-യിലൊക്കെ ഒരു ആചാരം ഉള്ളത്, ഒരു വർഷത്തില് ഭർത്താവിനെ അല്ലാതെ വേറെ ആണുങ്ങളെ നോക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചത്തുപോകുമെന്ന് വിശ്വസിക്കുന്ന ഛഠ് പൂജ, ഭയങ്കര വലിയ പൂജയാണ്. ഛഠ് പൂജ നമുക്കും എല്ലാവർക്കും അറിയുന്നതാണ്. വേറെ ആരെങ്കിലും നോക്കിയിട്ട് ഛഠ് പൂജ ചെയ്താൽ ചത്തുപോകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആചാരങ്ങളുടെ പേരിൽ പോലും സ്ത്രീകളെ ലൈംഗികമായ ആവശ്യങ്ങള് പറയാതെ അടച്ചുപൂട്ടി വെക്കുന്ന ഒരു സമൂഹത്തില് ഇത്തരം സ്ത്രീകള് കുറെ പേര് ത്യാഗം അനുഭവിച്ചും അവരുടെ ശരീരം നൊന്തും അവരുടെ ജീവിതം മുഴുവൻ ത്യജിച്ചുമൊക്കെ ജീവിക്കുന്നുണ്ട് എന്ന് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് ആളുകൾ വായിക്കുകയും എന്തെങ്കിലും ഒരു ചെറിയ ചർച്ചയെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്താൽ അത് ഞങ്ങള് ഹാംലെറ്റ് പബ്ലിക്കും ഈ ബുക്ക് തുടങ്ങി വെച്ച അൻസാറും MA ഷാനവാസും ഞാനും അടങ്ങുന്ന ഞങ്ങളെല്ലാവർക്കും അത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉമാഭിലാഷ് ഈ പുസ്തകത്തിൽ ഏത് രീതിയിലുള്ള എഴുത്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി, ഉമാഭിലാഷിൻ്റെ രചനാരീതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിലെ ഒരു അധ്യായത്തിലെ ചില ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ്. അധ്യായം 8 എന്ന് പറയുന്നത്, അതിൻ്റെ ശീർഷകം ചമ്പ, മുർഷിദാബാദിലെ ചമ്പ എന്ന ലൈംഗിക തൊഴിലാളി സോനാഗച്ചിയിൽ എത്തപ്പെട്ടതിൻ്റെ ചരിത്രം പറയുന്നതിനിടയിൽ അവരുടെ വാക്കുകളാണ്. പല കസ്റ്റമർമാരും പല വിധത്തിലുള്ള സങ്കടങ്ങളും ആഗ്രഹങ്ങളും വേദനകളും ഒക്കെയായിട്ടാണ് ഞങ്ങളെ അന്വേഷിച്ചു വരുന്നത്. ഈ ലോകത്ത് ഒരു മനുഷ്യന് വേറൊരു മനുഷ്യൻ്റെ മടിയിൽ അഭയം തേടുന്നത് പോലെ സമാധാനം കിട്ടുന്ന മറ്റൊരു സ്ഥലമില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ഞങ്ങളെ തിരക്കി വരുന്നത്. കസ്റ്റമർമാരൊക്കെ പലതരക്കാരായിരിക്കും. കുറച്ച് പേർക്ക് വെറുതെ സംസാരിച്ചാൽ മതി, ചിലർക്ക് അവർ പറയുന്ന കഥകൾ കേട്ടിരിക്കാൻ ഒരാൾ വേണം. വേറെ ചിലരുണ്ട്, അവർക്ക് ചില പുതിയ രീതികളൊക്കെ പരീക്ഷിക്കണം. അത് മനുഷ്യൻ്റെ ആവശ്യമല്ലേ. പക്ഷേ ഭാര്യയോടൊന്നും അത് പറയാനോ ആവശ്യപ്പെടാനോ ഉള്ള ധൈര്യം കാണില്ല. നമ്മുടെ സമൂഹം അങ്ങനെയാണല്ലോ ലൈംഗികതയെ കാണുന്നത്. കുട്ടികളെ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക്, അല്ലാതെ മനുഷ്യൻ്റെ സന്തോഷത്തിൽ അതിന് എന്തെങ്കിലും പങ്കുണ്ട് എന്ന് ആരാണ് ഓർക്കുന്നത് എന്ന് കസ്റ്റമർമാരെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ചമ്പ പറയുന്ന മറുപടി ഇതിൽ നൽകുന്നുണ്ട്. ചില ആളുകൾ അവർക്ക് മുറിയിലേക്കൊന്നും പോകേണ്ട, ഈ പറയുന്ന ലൈംഗിക തൊഴിലാളിയുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ലൈംഗികത ഒരു വലിയ പാപമാണെന്നും ലൈംഗികതയുമായി ബന്ധപ്പെട്ട സ്നേഹപ്രകടനങ്ങൾ പോലും നിഷിദ്ധമാണെന്നും ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോയാൽ കൈകോർത്ത് പിടിക്കുന്നത് പോലും ഉചിതമല്ല എന്നും വിചാരിക്കുന്ന വലിയ അടിച്ചമർത്തലിൻ്റെ ഒരു ലോകത്ത് പുരുഷന്മാർ എന്തുകൊണ്ട് ലൈംഗിക തൊഴിലാളികളിലേക്ക് പോകുന്നു എന്നുള്ള മാനസികമായിട്ടുള്ള ഒരു ഉത്തരം അതിൽ ഉണ്ടോ ഉമാഭിലാഷ്? അതില് അങ്ങനെയും കാണാം, വേറൊരു രീതിയിലും കാണാം. ചമ്പ പറഞ്ഞപ്പോ ഞാൻ 2 രീതിയിലും കണ്ടിട്ടുണ്ട്.
ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത വൃത്തികേടുകളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരിടമായി റെഡ് സ്ട്രീറ്റുകളെ കാണുന്ന ആളുകളുണ്ട്. അത് ചമ്പ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചമ്പ പറഞ്ഞ സത്യമാണ്. നല്ല പോലെ ഇവരെ ഒരുക്കി അത് കണ്ടിരിക്കുന്ന ആളുകളുണ്ട്. സ്വർണ്ണം എല്ലാം കൊണ്ടുവരും, നല്ല ഡ്രസ്സുകൾ കൊണ്ടുവരും, ഇവരെ ധരിപ്പിക്കും. എന്നിട്ട് ഇവരെ അതെല്ലാം ഇട്ട ശേഷം ഇവരെ നോക്കിയിരിക്കും. പോകുമ്പോ അതെല്ലാം ഊരി വാങ്ങി തിരിച്ചു കൊണ്ടുപോകും. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അവിടെ വരുന്നവരുണ്ട്. പക്ഷെ രണ്ട് രീതിയിലും കാണാം. കാരണം സ്വന്തം ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത ദ്രോഹങ്ങളെല്ലാം ചെയ്യുന്ന ഒരിടവും സ്വന്തം ഭാര്യയോട് ചെയ്യാൻ പറ്റാത്ത സ്നേഹപ്രകടനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഇടമായി കാണുന്നവരും ഉണ്ടാകാം. നമ്മൾക്ക് ഈ സോനാഗച്ചിയിലെ സ്ത്രീകളുടെ മനസ്സുകളിലേക്ക് തന്നെ ഒന്നുകൂടി വരാം. അതിൽ ഉമാഭിലാഷ് ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇതിലൂടെ അനുഭവങ്ങൾ പറയാൻ വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തിയ ഒരു ലൈംഗിക തൊഴിലാളിയുടെ കൂടെ ഉമ നടന്നു പോകുന്നു. അവരുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ കവിത എന്നാണ് പേര് എന്ന് പറഞ്ഞു. അവർ നടന്ന് മുന്നോട്ട് പോയപ്പോൾ എന്തോ ആവശ്യത്തിന് അവരെ വിളിച്ചു, കവിത എന്ന് വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം അവരുടെ പേര് കവിത എന്നല്ല. അപ്പോൾ സ്വന്തം പേരുകൾ അവർ മാറ്റി പറയുന്നു. ആദ്യഘട്ടങ്ങളിൽ സോനാഗച്ചിയിൽ ലൈംഗിക തൊഴിലാളികളായിട്ട് മാറുന്ന പലരും ആദ്യം അവരെ തിരിച്ചറിയാതിരിക്കാൻ, പരിചയക്കാരെങ്കിലും ഇതര സംസ്ഥാനത്തു നിന്ന് വന്നവരുണ്ടെങ്കിൽ അറിയാതിരിക്കാൻ വേണ്ടി പേര് മാറ്റി പറയുന്നു. വർഷങ്ങൾ കഴിയുമ്പോൾ അവർക്ക് സ്വന്തം പേര് മറന്നു പോകുന്ന ഒരു ഘട്ടം എത്തിക്കഴിയുന്നത് അതിൽ പരം ഒരു ഭീകരത വേറെ ഇല്ല എന്നാണ് ഈ പുസ്തകം എന്നെ മനസ്സിലാക്കിപ്പിക്കുന്നത്. അത് എത്രത്തോളം ഭീകരമാണ് ഉമാഭിലാഷ്? ശരിക്കും നമ്മളുടെ കാര്യം തന്നെ ഓർത്തു നോക്കിയാൽ മതി അതിന്റെ ഒരു ഭീകരത മനസ്സിലാവാൻ. കുറെ നാള് കഴിയുമ്പോൾ നമ്മളൊക്കെ വെറും ശരീരങ്ങൾ മാത്രമാവുകയും ഒരേ മുഖമുള്ളവരായി മാറുകയും നമുക്കൊന്നും പേരോ നമ്മുടെ അടയാളങ്ങളോ ഒന്നും ബാക്കിയില്ലാതാവുകയും, ഒരു പേരിലാണല്ലോ നമ്മളെ തിരിച്ചറിയുന്നത് ആളുകള്. ആ തിരിച്ചറിവില്ലാത്ത ആളുകളായി, അടയാളങ്ങളില്ലാത്ത മനുഷ്യരായി മാറുന്ന ആളുകള്, ഒരു കൂട്ടം ശരീരങ്ങൾ മാത്രമുള്ള മനുഷ്യര്. അവർക്ക് പേരുകളില്ല. ഇതിൽ എഴുതിയേക്കുന്ന പേരുകൾ ഒന്നും യഥാർത്ഥത്തിലുള്ള പേരുകളല്ല. കാരണം അവർക്ക് പേരുകൾ ഇല്ലാത്ത മനുഷ്യരാണ് അവര്. വെറും ശരീരം മാത്രമുള്ള മനുഷ്യര്. അതിന്റെ ഒരു ഭീകരത ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ സ്വയം മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഇതിൽ ഈ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ഇവിടെ ആരുടെ മുഖങ്ങളും ശരിക്കുള്ള മുഖങ്ങളല്ല. റാണിയുടെ ശരിയായ പേര് ചിലപ്പോൾ ആരിഫ എന്നായിരിക്കും. ക്രിസ്ത്യാനിയായി പള്ളിയിൽ പോകുന്ന ലൂസി ചിലപ്പോൾ കാളിന്തിയായിരിക്കും. അഭിനയിച്ചും ഒളിച്ചു പിടിച്ചും ഞങ്ങൾക്കിപ്പോൾ ആരെയും വിശ്വാസമില്ലാതായി. ഓരോ കസ്റ്റമറോടും ഓരോരോ പേരുകൾ. അവർക്കും വിളിക്കാനൊരു പേര് മതി, അത്രയും മതി. എല്ലാ പൊയ്മുഖങ്ങളും നടിപ്പുമാണ്. പേരുകൾ മാറ്റി പറഞ്ഞ ശരിക്കുള്ള പേരും അതിലൊന്നുപോലെ തന്നെയായി. ജീവിച്ചും പിഴച്ചും പോകാനുള്ള നടിപ്പുകൾ. ഹാംലെറ്റ് പബ്ലിക്കയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹാംലെറ്റ് പബ്ലിക്കയുടെ പ്രസാധകനായിട്ടുള്ള എം.എ. ഷാനവാസ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് പോയ സമയത്ത് അവിടെ ഒരു പലസ്തീൻകാരനെ കണ്ടുമുട്ടി. ആ പലസ്തീൻകാരനോട് എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞ മറുപടി അയാം എ പലസ്റ്റീനിയൻ എന്നാണ്. അപ്പോൾ പേര് ചോദിച്ചത് മനസ്സിലായില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏത് രാഷ്ട്രമാണെന്നല്ല ചോദിച്ചത്, നിങ്ങളുടെ പേര് എന്താണെന്നാണ്. അയാൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി, എന്നോട് എൻ്റെ പേര് തന്നെയാണ് ചോദിച്ചത് എന്ന്. പക്ഷേ ഞങ്ങൾക്ക് പേരില്ല, എൻ്റെ പേര് പലസ്തീനിയൻ എന്നാണ്. ഇത് വലിയ ഒരു ഉത്തരമാണ്. പേരുകൾ നഷ്ടപ്പെടുന്ന പൗരന്മാരുണ്ടാവുന്നു, പേരുകൾ നഷ്ടപ്പെടുന്ന രാജ്യങ്ങളുണ്ടാവുന്നു. അതേപോലെ സോനാഗച്ചിയിൽ ഉള്ള ലൈംഗിക തൊഴിലാളികൾക്ക് പേരുകൾ ഇല്ലാതാവുന്നു. സോനാഗച്ചി സ്വന്തം നിലയ്ക്കുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുന്നു. ആ രാഷ്ട്രത്തിലെ പൗരകൾ ആയിട്ട് മാറുന്നു സോനാഗച്ചിയിലെ ലൈംഗിക തൊഴിലാളികൾ. സോനാഗച്ചി കുറിപ്പുകൾ, ചരിത്രവും രാഷ്ട്രീയവും ജീവിതവും എന്ന ഉമാഭിലാഷ് എഴുതിയ 140 പേജുകളും സോനാഗച്ചിയിൽ നിന്നുള്ള കറുപ്പ് വെളുപ്പ് ചിത്രങ്ങളും രേഖാചിത്രങ്ങളും അനുഭവക്കുറിപ്പുകളും എല്ലാമുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹാംലെറ്റ് പബ്ലിക്കയാണ്. 300 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ഈ നിമിഷങ്ങളെക്കുറിച്ച്, വേദനാനിർഭരമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചും അത് പുസ്തകമാക്കപ്പെട്ടതിനെക്കുറിച്ചും ഇന്ന് സംസാരിച്ച ഉമാഭിലാഷിന് നന്ദി പറയട്ടെ. നമസ്കാരം.